എല്ലാവർക്കും ഗുരുധർമ്മ പഠന സന്ദർഭത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്കിന്ന് പരിശോധിക്കാനുള്ളത് ഷഷ്ഠ സർഗമാണ്, അഥവാ ആറാമത്തെ അധ്യായമാണ്. ആറാമത്തെ അധ്യായം തുടങ്ങുന്നതിന് മുൻപ് നമുക്കെല്ലാം പ്രസാദവും ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് കർക്കിടക വാവ് കൂടിയായതുകൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. നാരായണ ഗുരുസ്വാമികൾ എഴുതി തന്നിട്ടുള്ള ശിവപ്രസാദ പഞ്ചകത്തിലെ പ്രധാനപ്പെട്ട പ്രാരംഭ വരികളാണ് ഇന്ന് ചൊല്ലുന്നത്. അപ്പൊ ചൊല്ലാം. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന ഭാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ. ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ ശംഭോ ശിവ ശംഭോ. അപ്പൊ ഭഗവാൻ മഹാഭഗവാൻ ശിവപെരുമാളിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഷഷ്ഠസർഗം അഥവാ ആറാം അധ്യായം നമുക്ക് ആരംഭിക്കാമെന്ന് വിചാരിക്കും. ആറാം അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇങ്ങനെയാ: ഗർഭേ വിരൂഢമാത്രസ്യ ബ്രഹ്മചര്യം അവിഛിന്നശ്യോ തദർത്ഥം ബ്രഹ്മചര്യേണ വർത്തതേ ജനനീ തഥാ. പിടിയും കിട്ടിയോ? ഇല്ല. ഇന്നലെ നമ്മളെ പഞ്ചമസർഗത്തില് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം എന്ന 3 ജീവിത ക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ 3 ജീവിത ക്രമങ്ങളും എങ്ങനെയാണ് നമ്മളെ പരിപാലിച്ചു പോരേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഇവിടെ പരിശോധിക്കുകയാണ്. എന്താ ആ ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യം ഗുരുസ്വാമികൾ എടുത്തു പറയുകയാണ്. മാതാവിന്റെ ഗർഭത്തിൽ ശിശു ഉളവാകുന്ന നിമിഷം ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഗർഭിണിയാണെന്ന് അറിയുന്നത് മുതൽ വയറ്റിൽ കിടക്കുന്ന ശിശു ബ്രഹ്മചര്യ വ്രതത്തിലായിരിക്കണം. അങ്ങനെ ആയിരിക്കണമെങ്കിൽ എന്താ, മാതാവ് അതിലേക്കായി ഗർഭകാലത്ത് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം. കുട്ടിയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അമ്മ മനസാ വാച കർമ്മണ ഒരു ബ്രഹ്മചാരിയെ പോലെ ജീവിച്ച് 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക കഴിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുമ്പോൾ ആ കുട്ടി, നമ്മൾ വിളിക്കുന്നൊരു വാക്കുണ്ട്, ഗർഭശ്രീമാൻ. ഗർഭത്തിൽ തന്നെ വെച്ച് ഐശ്വര്യത്തോടുകൂടി ജീവിച്ച പുറത്തു വന്നവൻ എന്നാണ് ആ വാക്കിന്റെ മലയാളം. എന്തിനാണ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ കുഞ്ഞ് വളർന്നു, പുറത്തു വന്നു, ആവശ്യമാദ്യം ബധപ്രേമണ ശിശു ദേവാമിവാചരേത് താവത് തദ്ബുദ്ധി സംസ്കാരം കുർവിത ജനനീ സ്വയം. ശിശു അങ്ങനെ വളർന്ന് 5 വയസ്സാകുന്നത് വരെ എന്താ ചെയ്യണ്ടേ? പറഞ്ഞേ, ദൈവത്തെ പോലെ കുഞ്ഞിനെ കരുതി പരിചരിക്കണം. അതെനിക്ക് ഇപ്പം എവിടെയല്ലേ നേരം? എല്ലാവരും ഒരു കണക്കിന് പ്രസവിച്ച പുറത്തിട്ട ഓരോന്ന് തിരക്ക് പിടിച്ച് പായുകയാണ്. ഇനി എന്താ, പരിചരണത്തിലും ബുദ്ധി സംസ്കരണത്തിലും 2 കാര്യമുണ്ട്. പരിചരണം, ബുദ്ധി സംസ്കരണത്തിലും മാതാവ് തന്നെ സ്വയം ചുമതലയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അറിയുക.
വേറെ ആരെയും ഈ 5 വയസ്സ് വരെയുള്ള കാലം കുട്ടിയെ വളർത്തുന്നതിന് ഏൽപ്പിച്ചുകൂടാ എന്നാണ് ഗുരുവിൻ്റെ നിർദ്ദേശം. നിർദ്ദേശം പാലിച്ചാൽ കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും നല്ലത് തന്നെ. അപ്പം നല്ലതല്ലാത്തതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, നടക്കാൻ പറ്റാത്തതും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിപ്പോയവരുണ്ടെങ്കിൽ അവർ തങ്ങളുടെ മക്കൾക്കും തങ്ങൾക്ക് പരിചയമുള്ളവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യണം, ഇത് പറഞ്ഞു കൊടുക്കണം. പറ്റുന്നവർ ചെയ്യട്ടെ. മൂന്നാമത് പറയണു, ഗുരോ സാകാശനീയത മിഹാപുത്ര ശുഭാവഹ അദ്വൈതവ്യാസമാ വിദ്യാസ്തത്വജ്ഞാനായ ധീമത. അങ്ങനെ 5 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ നല്ല അറിവും ഇന്നലെ പറഞ്ഞ പോലെ പരിചയമുള്ള ഒരു വിദ്വാനെ കൊണ്ട് എന്ത് ചെയ്യണം, ഒരു ഗുരുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ ഏൽപ്പിക്കണം. അങ്ങനെ ചെയ്താലോ ഗുരുവിൽ നിന്നും ബുദ്ധിമാനായ ശിഷ്യൻ, ഇനി ശിഷ്യൻ പഠിക്കണത് അല്ലെങ്കിൽ ശിഷ്യ പഠിക്കണതാ. ബുദ്ധിമാനായ ശിഷ്യൻ ഇഹത്തിലും പരത്തിലും അഭ്യുദയത്തെ ഉളവാക്കുന്ന ഈ ലോകത്തിലും വെളിയിലും എല്ലാ വിദ്യകളും തത്വജ്ഞാനത്തിനായി അഭ്യസിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ അറിയേണ്ട തത്വജ്ഞാനം ഫിലോസഫി പഠിക്കണമെന്നല്ല, ജീവിതത്തിന് ഒരു തത്വം ഉണ്ടാവണം. അടിസ്ഥാനപരമായ തത്വമില്ലാത്ത ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ്. അങ്ങനെ കുത്തഴിഞ്ഞ പുസ്തകമാകാതിരിക്കാൻ ജീവിതത്തിൻ്റെ തത്വം ചെറുതിലെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പത്രത്തിലോ ചാനലിലോ ഒക്കെ കാണുന്ന വാർത്തകളിലെ കുട്ടികളുണ്ടാവും. ആണും പെണ്ണും സമൂഹത്തിനും കുടുംബത്തിനും പള്ളിക്കൂടത്തിനും കോളേജിനും ഒക്കെ വിരുദ്ധരായി പെരുമാറുന്ന കുഞ്ഞുങ്ങളുണ്ടാവുന്നതിൻ്റെ കാരണം അവരുടെ കുഴപ്പമല്ല, നമ്മൾ അവരെ പരിശീലിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. അപ്പം നല്ല വിദഗ്ധൻ്റെ പരിശീലനം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലോ തപസാഫലിത, ആ തപസ് ഫലിക്കും. ഏത് തപസ്? ബ്രഹ്മചര്യത്തോടു കൂടിയുള്ള ആർജിതവും വിദ്യ നമുക്ക് ലഭ്യമാകുമ്പോൾ തപസാഫലിത ഭൂയാ ദാവശ്യം ബ്രഹ്മചാരിണാഃ വരിവസ്യ പ്രസന്നാചേ പിതൃമാതൃഗുരുത്രയീം. പിതാവും മാതാവും ഗുരുവും സന്തുഷ്ടരായിത്തീരണം. ഗുരു മാത്രം സന്തുഷ്ടരായിട്ട് കാര്യമില്ല, പിതാവും മാതാവും മാത്രം സന്തുഷ്ടരായിട്ട് കാര്യമില്ല. പിന്നെയോ ബ്രഹ്മചാരിയുടെ തപസ്സും പൂജയും നിശ്ചയമായും ഫലവത്തായിത്തീരും. ഇയാളുടെ പഠനവും അയാളുടെ അന്വേഷണവും അയാളുടെ ക്രമീകരണവുമെല്ലാം സമൂഹത്തിനും ലോകത്തിനും കുടുംബത്തിനും സമാജത്തിനും സമുദായത്തിനും ഫലവത്തായി തീരാനാണല്ലോ ഈ വിദ്യാഭ്യാസം. അപ്പം അതാദ്യം ആർക്ക് കിട്ടണം? മാതാവിനും പിതാവിനും ഗുരുവിനും സന്തുഷ്ടി ഉണ്ടായാൽ മറ്റുള്ളവർക്കെല്ലാം സന്തുഷ്ടി ഉണ്ടാവും. സന്തോഷത്തിന് വേണ്ടിയാണ് നാം ഈ പ്രപഞ്ചത്തിൽ കാണാകിയതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും പൂക്കളുണ്ടാവണതും കായ്കളുണ്ടാവണതും പക്ഷികൾ പറക്കുന്നതും നമ്മളെല്ലാം പണിയെടുക്കുന്നതും സമ്പാദിക്കുന്നതും ഒറ്റേ ഒരു കാര്യത്തിനാണ്, അത് സന്തോഷത്തിനാണ്. അതിലൂടെ ലഭിക്കുന്ന ആഹ്ലാദത്തിനാണ്, അതിലൂടെ എത്തിച്ചേരുന്ന പരമമായ ആനന്ദത്തിനാണ്. ആ പരമമായ ആനന്ദം ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളിലൂടെ നമുക്കെല്ലാം ലഭ്യമാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കും എന്ന പ്രത്യാശയിൽ തൽക്കാലം വിട പറയേണ്ട സമയമായി. നമുക്ക് വീണ്ടും നാളെ ഇതുപോലെ സന്ധ്യയിൽ നാരായണ ഗുരുസ്വാമികളെ പ്രാർത്ഥിച്ചുകൊണ്ട്, ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ആരംഭിക്കാം.
കർക്കിടക ബാഹുബലിയാണ് നമ്മിൽ വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള മാതാപിതാക്കൾ. അവരെ സന്ധ്യയ്ക്ക് സ്മരിക്കുകയും ആ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഭാരതവർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണെന്ന് അറിയിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ജീവിതമുണ്ടാകാൻ, സുഗമമായ ജീവിതമുണ്ടാകാൻ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി.